ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ബൂട്ടിക് ഫാഷൻ ട്രെൻഡ് റീറ്റെയിൽ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു അസൈൻമെൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 4-5 ടോപ്പിക്ക് വരുന്നുണ്ട്. അതിലുള്ള 2 നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിലുള്ള 2 ഇന്ന് ബൂട്ടിക്കും ഫാഷൻ ട്രെൻഡും അടുത്തതായിട്ടുള്ളത്. പിന്നെ റീറ്റെയിൽ ചാനൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ റീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇതുണ്ടല്ലോ, എന്താ പറയുക, ചാനൽസ് തന്നെ. എങ്ങനെയാണോ നമ്മളെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത്, അങ്ങനത്തെയാണ് റീറ്റെയിൽ ചാനൽ. അപ്പോൾ മൾട്ടി ലെവൽ ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ റീറ്റെയിൽ ചാനലിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ബുട്ടിക്ക് എന്താണെന്ന്. ബുട്ടിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേർഡ് അല്ലേ? ബൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രഞ്ച് വേർഡാട്ടോ. നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷ് വേർഡായിട്ടല്ല ബൊട്ടിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളൊരു പ്രൊനൗൺസിയേഷനൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക ആയിട്ട് ബൊട്ടിക്ക്. ബൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഷോപ്പാണത്. ചെറിയൊരു ഫ്രീ സ്റ്റാൻഡിങ് ഷോപ്പാണ്. അതിൽ നമ്മൾ പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽസ്, പ്രത്യേക സ്റ്റൈലിലുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഷോപ്പിനെയാണ് നമ്മൾ ബൊട്ടിക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം കേരളത്തിലൊക്കെ ഇപ്പം ബൊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അധിക കാലങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ അതിനൊരു പോപ്പുലാരിറ്റി കിട്ടിയിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഒരു നമ്മൾ സാധാരണ ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് പോകുന്നുള്ള ആ ഒരു ആംബിയൻസ് ആയിരിക്കില്ല. ആംബിയൻസ് പറഞ്ഞാൽ എന്താ, ഒരു അന്തരീക്ഷമായിരിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ്, നമുക്ക് അവിടെ നിന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം, നമുക്ക് വേണ്ട ഡിസൈൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അതുപോലെ നമുക്ക് ചെയ്തു തരും. അപ്പം ബൊട്ടിക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവിടെ നമ്മൾ പറഞ്ഞ പോലെ മെറ്റീരിയൽസൊക്കെ എന്തായിരിക്കും, ഒരു മെറ്റീരിയലിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് അവിടെ അവൈലബിൾ ആവില്ല. കാരണം മെറ്റീരിയൽ കോസ്റ്റ്ലി ആയിരിക്കും, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. നമ്മളെ ബൊട്ടിക്ക് എന്നൊരു എന്തെങ്കിലും നമ്മൾ ഗാർമെൻറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. നല്ല ബൊട്ടിക്സ് നമ്മളിപ്പോൾ ബ്ലൗസ്, സാരി ബ്ലൗസ് ചെയ്യാൻ വിചാരിക്കുക, വർക്കൊക്കെ ചെയ്ത് തരുമ്പോൾ 4000-5000 ആയിരിക്കും മിനിമം ചാർജ് ചെയ്യുന്നവർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടെ ഉണ്ടാവും. കാരണം കോമൺ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഏത് വലിയ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ പല ഷെയ്ഡ്സിലൊക്കെ പല ഡിസൈനിലും കിട്ടും. ആ ഡിസൈൻ ചെറുതായിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു യൂണീക്ക് ആയിരിക്കും, കോമൺ ആയിരിക്കില്ല. അത് കാരണം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവാനും ചാൻസ് ഇല്ല. മെറ്റീരിയലൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും അവിടുത്തെ. പിന്നെ നമുക്ക് മെറ്റീരിയൽസ് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അവിടെയുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഷോപ്പിൽ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്ന അത്രയും മെറ്റീരിയൽസ് ഒന്നും ഈ ബൊട്ടിക്കിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ലിമിറ്റഡ് ആയിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക കസ്റ്റമേഴ്സിന്. പക്ഷേ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം, നമുക്ക് ഡിസൈൻസ് പറഞ്ഞു കൊടുക്കാം, ഇന്ന വേണം, അല്ലെ അവിടെ നിന്ന് നോക്കിയിട്ട് അവരുടെ കാറ്റലോഗ്സ്, ബ്രോഷേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന ഡിസൈനിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ, ഹൈ കോസ്റ്റ്ലി ആയിരിക്കും നമ്മളെ ബൊട്ടിക്കിലുള്ളത്. ബാക്കി നമ്മൾ സ്റ്റിച്ചിങ് ഷോപ്പിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരുപാട് ചാർജ് കൂടുതലായിരിക്കും, ക്വാളിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് അപ്പം ബൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോൾ ഷോപ്പാണ്, സ്റ്റോറാണ്. അപ്പം ലക്ഷറി ഗുഡ്സ് ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ ക്ലോത്തിങ്, ജ്വല്ലറി, അതുപോലത്തെ ലക്ഷറി ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ഓക്കെ, നോർമൽ മെറ്റീരിയൽസ് ഒന്നും നമുക്കവിടെ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡാണ്, അതിൻ്റെ അർത്ഥം ഷോപ്പ്. ബൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഷോപ്പ് എന്നാണ് മീനിങ്. ഓക്കെ, ഇത് കണ്ടോ, ഇത് അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1960 മുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇപ്പോൾ അധിക കാലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ബൊട്ടിക് ഡിസൈൻ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവർ മെർച്ചൻഡൈസ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അല്ലേ. അവർ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റൈല്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റൈല്, അപ്പം നമ്മുടെ ഒരു ആ ഒരു എന്താ പറയുക, മെറ്റീരിയൽ അല്ലേ, ആ ഒരു ഗാർമെൻറ്റ് ബാക്കിയുള്ള ഇതിൽ നിന്നും വ്യത്യാസമായിരിക്കും. കാരണം നമ്മൾ സ്പെഷ്യൽ വേറെ ടൈപ്പ് മെറ്റീരിയലാണ് എടുക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡിസൈൻസ് ബാക്കിയുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അതെന്ന് പറഞ്ഞാൽ ഒരു യൂണീക്കായിട്ട് നമുക്ക് ഗാർമെൻറ്റ് കിട്ടും, കോമൺ അല്ലാത്തൊരു ഗാർമെൻറ്റ് കിട്ടും.
ഓക്കെ. അവിടെ നമുക്ക് വിമൻസ് ക്ലോത്തിങ്, പേഴ്സ്, ഷൂസ് ഇതൊക്കെ അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സാധാരണ ബൂട്ടിക്സിൽ നമ്മൾ ഇവിടെയൊക്കെയുള്ള ബൂട്ടിക്സിൽ സാധാരണ ക്ലോത്തിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചില പ്രൊഡക്ട്സും കൂടെ അവർ എക്സ്ട്രാ വെക്കുന്നുണ്ട്. ഓക്കെ. ബോട്ടിക് ഇതൊരു എക്സാമ്പിളാണ്. കണ്ടോ, അവിടെ പ്രൊഡക്റ്റുകൾ, സാരികളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരേ ഡിസൈൻ തന്നെ നമുക്ക് അധികം കിട്ടില്ല. നമ്മൾ കുറേ ഒരു ഷോപ്പിൽ, നമ്മൾ വലിയ വലിയ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെടാത്ത കളറാണ്, നമ്മൾ പറയും വേറെ ഷെയ്ഡ്സ് ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും, അവിടെ മിക്കവാറും അവൈലബിൾ ആവും. പക്ഷേ ഈ ബുട്ടിക്സിലൊക്കെ എന്താ പറ്റുക, നമ്മൾ വിചാരിക്കുന്ന ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടാത്ത കളറാണ്, പക്ഷെ നമുക്ക് കളർ ചേഞ്ച് അധികം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ബാക്കിയുള്ള ഷോപ്പിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഇൻറ്റീരിയറൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ബൊട്ടിക്സിൽ. അതായത് ലൈറ്റ്സൊക്കെ അധികം ഓവറായിട്ട് ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊരു ഡൾ അറ്റ്മോസ്ഫിയറായിട്ട് ചിലപ്പോൾ മ്യൂസിക്കൊക്കെ വെച്ചിട്ടായിരിക്കും ബൊട്ടിക്സ് ഉണ്ടാവുക. നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, കാലിക്കറ്റിലൊക്കെ ഉണ്ട്. പിന്നെയുള്ള ഫാഷൻ ട്രെൻഡാണ്. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡിയും പറഞ്ഞതാണ്. അപ്പോൾ ഇതിലുള്ള ഒരു ടോപ്പിക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫാഷൻ ട്രെൻഡ്. ഏത് ഡയറക്ഷനാണോ അതിൽ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാഷൻ. ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ ഫാഷൻ ട്രെൻഡ് എന്ന് പറയും. ദ ഡയറക്ഷൻ വിച്ച് ഫാഷൻ ഇസ് മൂവിങ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈലിംഗ് ഐഡിയ ആണ് അല്ലേ. അപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഫാബ്രിക്കിൽ വരുത്താം, അതിൻ്റെ ഷേപ്സിൽ വരുത്താം, ഡിസൈനിൽ വരുത്താം, എല്ലാത്തിലും നമുക്ക് ട്രെൻഡ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓരോ 5 months കൂടുമ്പോഴും നമ്മൾ ട്രെൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. ഓക്കെ. ചിലത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ട്രെൻഡ് 5 months മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അതിലും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ ഇതിലുള്ള വേറൊരു ടോപ്പിക്കാണ് റീറ്റെയിൽ ചാനൽസ്. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? റീറ്റെയിൽ നമ്മളെ ചില്ലറ വിൽപ്പനക്കാരെയാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുക അല്ലേ. നമ്മളിപ്പം സാധാരണ വാങ്ങുന്ന ഷോപ്പുകൾ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടകളൊക്കെ എന്താണ്? അതൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാണ് അല്ലേ. നമ്മൾ സാധനങ്ങൾ നേരിട്ട് അവിടെ പോയിട്ട് വാങ്ങുന്നു. അപ്പം നമ്മളത് ഹോൾസെയിലുകാരുടെ അടുത്തു നിന്ന് വാങ്ങുന്നതിലും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും, അറിയാലോ. നമ്മൾ ഹോൾസെയിൽ വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞിട്ട് മേടിക്കുന്ന സാധനങ്ങളെക്കാളും വില കൂടുതലായിരിക്കും ആ സെയിം പ്രൊഡക്റ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിൽ പോലും. അതെന്തുകൊണ്ടാണ്? ഹോൾസെയിലുകാർ വിൽക്കുന്നതിലും കുറച്ചും കൂടെ പ്രൈസ് കൂട്ടിയിട്ട് ഇവർ വിൽക്കുമ്പോഴേ അവർക്ക് ആ ഒരു ലാഭം കിട്ടുള്ളൂ അല്ലേ. പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? റീറ്റെയിലേഴ്സ് കുറച്ചും കൂടെ കോസ്റ്റ് കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്, സെയിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? നമുക്ക് സെയിൽസ് എന്തൊക്കെയാണ്? സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സർവീസും ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമറിന് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്താ പറയുക? റീറ്റെയിലേഴ്സ് എന്ന് പറയാം. അത് പേഴ്സണൽ യൂസ് ആവാം, അല്ലെങ്കിൽ നോൺ ബിസിനസ് യൂസ് ആവാം, പല ടൈപ്പ് യൂസസ് ഉണ്ടാവും ഓരോരുത്തർക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്നതാണെന്ത്? റീറ്റെയിലിംഗ്. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് റീറ്റെയിൽ ചാനൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പം പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസേഴ്സ്, അതായത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? മാനുഫാക്ചർ ചെയ്യുന്നവർ. അപ്പം അങ്ങനത്തെ ഇൻഡസ്ട്രി എവിടെയെങ്കിലും വീവിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ചിലപ്പം നമ്മൾ നേരിട്ട് വാങ്ങും അല്ലേ. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ചാനൽ വരിക? മാനുഫാക്ചറേഴ്സ് ടു കൺസ്യൂമർ, നമ്മൾ നേരിട്ട് മേടിക്കണം. അപ്പോൾ നമുക്കറിയാം അത് വ്യത്യാസം ഉണ്ടാവും റേറ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മാനുഫാക്ചർ ചെയ്തവർ ഹോൾസെയിലുകാർക്ക് കൊടുക്കും അല്ലേ. ഹോൾസെയിലുകാർ അതെന്ത് ചെയ്യും? റീറ്റെയിലുകാർക്ക് കൊടുക്കും. റീറ്റെയിലുകാരിൽ നിന്നാണ് നമ്മൾ മേടിക്കുക. അപ്പം എന്തായി? ഒരുപാട് ചാനൽസ് വന്നു അവിടെ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കൂടി. അപ്പം നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കൂടും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇതിൽ എന്താണ് വേറെ എന്താ പ്രത്യേകത? റീറ്റെയിലിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ കുറേ ചാനൽസ്, മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ട്. മാർക്കറ്റിംഗ് ചാനൽ എന്നാട്ടോ ഇനി പറയാം. മാർക്കറ്റിംഗ് ചാനൽസ് ആണെന്ത്? റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, മാനുഫാക്ചറേഴ്സ്. മാനുഫാക്ചറിന് വേറൊരു പേരാണ് പ്രൊഡ്യൂസേഴ്സ്.
ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം പ്രൊഡ്യൂസർ നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണെങ്കിൽ അവിടെ അധികം ചാനൽസ് വരുന്നില്ല. പക്ഷേ മൾട്ടി ചാനൽ റീറ്റെയിലിങ്ങിൽ എങ്ങനെയാണ് അവരെന്താ ചെയ്യുന്നത്? സർവീസസൊക്കെ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് മൾട്ടി ചാനൽ റീറ്റെയിലേഴ്സ്. റീറ്റെയിലർ നേരിട്ട് കൊടുക്കുന്നേരം നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കുറയും അല്ലേ? റീറ്റെയിലേഴ്സ് അല്ല, പ്രൊഡ്യൂസേഴ്സ്, അതായത് മാനുഫാക്ചറേഴ്സ് നേരിട്ട് കൊടുക്കുമ്പം ആകെ ചാനലുകൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല. നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ നേരിട്ട് നമ്മൾ മേടിക്കുകയാണ്. നമ്മളിപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ആരായിരിക്കും? കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീവിങ്, ഞാൻ പറഞ്ഞ പോലെ വീവിങ് ഇൻഡസ്ട്രി ഉണ്ടാവും, കോപ്പറേറ്റീവ് സൊസൈറ്റി പോലത്തെ ഒക്കെ ഉണ്ടാവും വീവ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവർ അവിടെ തന്നെ സെയിലിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് സ്റ്റോറിൽ നിന്നാണെങ്കിൽ നമ്മൾ മേടിക്കുന്നെങ്കിലോ നമുക്ക് നേരിട്ട് മേടിക്കുക, അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അവർ നേരിട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അവരുണ്ടാക്കുന്നതാണല്ലോ, സ്വന്തമായിട്ട് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നേരിട്ടാണ് കൊടുക്കുന്നത് അവർ. ഹോൾസെയിലേഴ്സിനോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ എന്താവും, കോസ്റ്റ് കുറച്ചിട്ട് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് കോസ്റ്റ് കുറയും. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൽ മൾട്ടി ചാനൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട് അല്ലേ? സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട്, നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഉണ്ട്, സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് റീറ്റെയിലേഴ്സ് ഉണ്ട്. ഹോം ഷോപ്പിംഗ് നിങ്ങൾ കാണുന്നില്ലേ, ടെലിവിഷൻ ഹോം ഷോപ്പിംഗ് ടി വിയിലൊക്കെ കാണാം, നാപ്തോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്താണ്, പിന്നെ നേരിട്ട് അല്ലേ, നോൺ സ്റ്റോറാണ്. അതൊരു ഷോപ്പ് അല്ലെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്നതല്ല, നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിൽ വരുന്നതാണ്. ഓക്കെ. ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, ഡയറക്റ്റ് മെയിലുണ്ട്, അങ്ങനെ. പിന്നെ ടെലികോളേഴ്സ് ഉണ്ട്, അവർ വിളിച്ചിട്ട് നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന, അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ മൾട്ടി ചാനൽ റീറ്റെയിലേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കേട്ടോ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അതായത് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതാണിത്. അവിടെ വേറെ ഇടനിലക്കാരൊന്നുമില്ല. ഇവിടെ എന്താ പറ്റുന്ന, പ്രൊഡ്യൂസർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സും കൂടെ വരും കേട്ടോ. മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ആരാ, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവർ. അപ്പം പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് കൊടുക്കും. റീറ്റെയിലേഴ്സ് വാങ്ങിക്കഴിഞ്ഞാലോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഒരു പ്രൈമറി ഒരെണ്ണം ഉണ്ട്. പിന്നെ പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യും, ഹോൾസെയിലേഴ്സ് വാങ്ങും, എന്നിട്ട് റീറ്റെയിലേഴ്സ് വാങ്ങിയിട്ട് കസ്റ്റമേഴ്സിലെത്തും. അങ്ങനെയുണ്ട് കേട്ടോ, ചില പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെയാണ് വരിക. ഇതോ പ്രൊഡ്യൂസേഴ്സ് വാങ്ങി, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഏജൻറ്റ് ഉണ്ടാവും, അവരാണ് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കൂടുന്നതിനനുസരിച്ച് അറിയാലോ കോസ്റ്റ് കൂടും. കാരണം ഇവർ ഓരോരുത്തരുടെ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ പ്രോഫിറ്റ് ഈടാക്കിയിട്ടാണ് നമ്മളെ കയ്യിലെത്തുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ റീറ്റെയിൽ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട്, നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് ഉണ്ട്, കോർപ്പറേറ്റ് റീറ്റെയിലിംഗ്, ഓൺലൈൻ റീറ്റെയിലിംഗ്, സർവീസ് റീറ്റെയിലിംഗ്. അപ്പം എന്തൊക്കെയാണ് റീറ്റെയിൽ ചാനൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സെല്ലിങ്, അവരുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്തിനാ, ഫൈനൽ കസ്റ്റമേഴ്സ് അല്ലെ കൺസ്യൂം ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. കസ്റ്റമർ ആവണം എന്നില്ല കൺസ്യൂമർ. കസ്റ്റമർ ചിലപ്പം അത് വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാർ കൊടുക്കുന്നെങ്കിൽ കൺസ്യൂമർ ആരാ, മറ്റേ ആളാണ്, ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ. കസ്റ്റമറും കൺസ്യൂമറും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ. അൾട്ടിമേറ്റ് യൂസറിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അവരാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്, റോ മെറ്റീരിയൽ മുതൽ അല്ലേ ഫിനിഷ്ഡ് ഗുഡ്സ് വരെയുള്ളത് എങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെയാണോ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്, അതിൻ്റെ ചാനലുകളാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം. ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്കറിയാം അവിടെ ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ടാവും.
ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ്, നമ്മൾ സാധാരണ കട മേടിക്കാനൊക്കെ പോകുന്ന കടകളുണ്ടാവുമല്ലോ, അതിനെയാണ് സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറയുക. സൂപ്പർ മാർക്കറ്റുകളാവാം, കൺവീനിയൻസ് സ്റ്റോർ ആവാം, കാറ്റലോഗ് ഷോറൂംസ്, ഡ്രഗ് സ്റ്റോറ്, സൂപ്പർ സ്റ്റോറ്, മെഡിക്കൽ ഷോപ്പ്. അത് പറഞ്ഞാൽ മെഡിക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വേറെ സർവീസ് റീറ്റെയിലിങ്ങിൽ വരുന്ന കേട്ടോ, സർവീസ് കൊടുക്കുന്നല്ലേ അവർ. പിന്നെ ഡിസ്കൗണ്ട് സ്റ്റോറ്, ചില സ്ഥലത്ത് കാണാം ഡിസ്കൗണ്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സ്റ്റോറുകൾ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ ഉണ്ടാവും അവിടെ, എന്നിട്ട് അവർ റീറ്റെയിലിംഗ് ചെയ്യുന്നത്. അടുത്തതിൽ നോൺ സ്റ്റോർ റീറ്റെയിലിംഗ്, സ്റ്റോറായിട്ടുണ്ടാവില്ല, ഷോപ്പായിട്ടുണ്ടാവില്ല. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഫിസിക്കലായിട്ടൊരു സ്റ്റോർ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അതിലെങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അവർ പല മാർഗങ്ങളിൽ കൂടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആവാം, നേരിട്ട് വന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്നവരുണ്ടല്ലോ, നമ്മൾ വീടുകളിലൊക്കെ വന്നിട്ട് നേരിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ടാവും, ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, വെൻഡിങ് മെഷീൻസ് ഉണ്ട്, ഓർ ഇ ടെയിലിംഗ്, അതായത് ഇലക്ട്രോണിക്. വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അപ്പോൾ അതിൽ നമ്മൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം നമ്മളെ കയ്യിലേക്ക് വരും അവിടെ നിന്ന് തന്നെ, അപ്പം തന്നെ. ഓക്കെ, ഈ ഡ്രിങ്ക് കുടിക്കുന്ന ഇതൊക്കെ ഇല്ലേ, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ, അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ വലിയ വലിയ സിറ്റീസിലൊക്കെ കാണാം വെൻഡിങ് മെഷീനിൽ. നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിലേക്ക് വന്നോളും. അപ്പോൾ ഇതിൽ നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിൽ പറഞ്ഞത് ഡയറക്റ്റ് സെല്ലിങ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ് ഒക്കെ നമ്മളിതിൽ എക്സാമ്പിൾസ്. ഡോർ ടു ഡോർ സെല്ലിംഗ് ആണല്ലേ. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് നേരിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ കയ്യിലേക്ക് വിൽക്കുന്നതാണ്. നമ്മൾ വീട്ടിൻ്റെ പടിക്കലൊക്കെ എത്തിയിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഡയറക്റ്റ് സെല്ലിംഗ്. വെൻഡിങ് മെഷീൻ, അത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് സെയിൽ. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് പ്രൊഡക്റ്റുമായിട്ട് എത്തുന്ന ഒരുപാട് പേരെ കാണാം അല്ലേ. അവർ നേരിട്ട് എന്താ ചെയ്യുക, ആ പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നടന്നിട്ട് വിൽക്കുന്നവരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. യുറേക്ക ഫോബ്സിന് ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്, പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കസ്റ്റമറിനെയാണ് അവർ അന്നേരം കൈകാര്യം ചെയ്യുന്നത് അല്ലേ. ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാവരെയും മാനേജ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ എങ്ങനെയാണ്, അവരൊരു പ്രത്യേക ഇതിൽ നമ്മളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കാണിക്കുകയാണ്, അപ്പോൾ അറ്റൻഷൻ കിട്ടും, കസ്റ്റമറിന് ഫുള്ളായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ പറ്റും അവർക്ക്. പിന്നെ ടൈം, പ്ലേസ് ഓഫ് പ്രസൻറ്റേഷനൊക്കെ കൺവീനിയൻ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണ്? ചിലപ്പം കോസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പെൻസീവ് ആവും അല്ലേ. സാധാരണ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നതിലും ചിലപ്പം എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമറിൻ്റെ എന്താണ് ഇത് നെഗറ്റീവ് കൺസ്യൂമർ വ്യൂ ഓഫ് ഡയറക്റ്റ് സെല്ലിങ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആദ്യം കൊണ്ടുവന്നത് നന്നായിട്ടില്ലെങ്കിലും നമ്മളത് പറയുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കാനും പറ്റാറുണ്ട്, ഒരാൾ തന്നെയാണ് പിന്നെയും വരുന്നതെങ്കിൽ അല്ലേ. ഇതാണ് വെൻഡിങ് മെഷീൻ. ഇങ്ങനൊരു വലിയൊരു ഇതുണ്ടാവും. ഇതിപ്പം കൊക്കോകോളേൻ്റെ ഒരു വെൻഡിങ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എവിടെയെങ്കിലും ഓപ്ഷൻ, ഇവിടെ എങ്ങനെ ക്യാഷ് ഇടുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ്, ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതിനകത്തൂടെ കിട്ടും. സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പല ടൈപ്പിൽ ഇത് പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വെൻഡിങ് മെഷീൻ എന്നതിന് പറയാം. നമ്മൾ ക്യാഷ് അങ്ങോട്ട് ഇടും, സാധനം നമുക്ക് ഇവിടുന്ന് കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഷോപ്പല്ല അത്, ഒരാൾ ഇരുന്നിട്ട് ക്യാഷ് മേടിക്കുന്നില്ല, നമ്മൾ പൈസ അതിലേക്ക് ഇടുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതിലെന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ വെൻഡിങ് മെഷീനിൽ. നോൺ സ്റ്റോർ റീറ്റെയിലിംഗ്, ഒരു ആളിരുന്നിട്ട് വിൽക്കുന്നതല്ല അവിടെ. ഓക്കെ, പിന്നെ കാറ്റലോഗ് മാർക്കറ്റിംഗ്, അത് എന്താണ്, നോൺ സ്റ്റോറാണ്. അത് എവിടെയെങ്കിലും കാറ്റലോഗ്സൊക്കെ കൊടുത്തിട്ട് ഇന്ന പ്രൊഡക്റ്റുകളുടെ കാണാമല്ലോ നമുക്ക് ഉണ്ടെന്നുള്ളൊരു ഇത്. അപ്പം കാറ്റലോഗ് മാർക്കറ്റിംഗ് നമ്മൾ പേപ്പറിൻ്റെ കൂടെയൊക്കെ കാണാം. പുതിയ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാറ്റലോഗ്സ് വരും.
ഷോപ്പ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു പേപ്പറിൽ കാണാം അല്ലേ. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ കാണാം, ബിഗ് ബസാറും ഒക്കെ കാണാം. പിന്നെ ഇതാണ് കയോസ്ക്. കയോസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ട്രെയിനിൻ്റെ ആണ് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് എവിടെ എത്തി ട്രെയിൻ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലുണ്ടാവും. ഒരു ഫിംഗർ ടിപ്പിൽ നമുക്ക് ഈ എന്തിൻ്റെയാണോ നമ്മൾ അന്വേഷിക്കുന്ന അതിൻ്റെ സർവീസുകൾ നമുക്ക് കിട്ടും അല്ലേ. അതാണ് കയോസ്ക്, ഇൻഫർമേഷൻ കയോസ്ക്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് റീറ്റെയിലിംഗ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫ്രാഞ്ചൈസി ഉണ്ടാവും, എന്നിട്ട് അവരവിടെ ഷോപ്പുകളുണ്ടാവും. അത് ഒരുപാടുണ്ട്. വാൾമാർട്ട്, വലിയ വലിയ ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, പിന്നെ നമ്മൾ ബിഗ് ബസാർ പോലത്തെ ഒക്കെ കോർപ്പറേറ്റ് റീറ്റെയിലിംഗ് ആണ്. പിന്നെ ഉള്ളത് ഇൻ്റർനെറ്റ് റീറ്റെയിലിംഗ്. ഇൻ്റർനെറ്റ് റീറ്റെയിലിംഗ് എന്താ, നമ്മൾ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ കാണുന്നില്ലേ സൈറ്റുകൾ, ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് റീറ്റെയിലിംഗ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫിസിക്കലായിട്ടൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇല്ല ഇതിലൊന്നും അല്ലേ. ഇൻ്റർനെറ്റ് റീറ്റെയിലിങ്ങിൽ ആമസോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കടയല്ല അത് പറഞ്ഞാൽ കുറേ റീറ്റെയിൽ ചെയ്യുന്ന കടകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഇൻ്റർനെറ്റ് റീറ്റെയിലിംഗ്. സർവീസ് റീറ്റെയിലേഴ്സ് ഇവരെന്താ ചെയ്യുക, പ്രൊഡക്റ്റ് ആയിരിക്കില്ല, സർവീസസ് ആയിരിക്കും കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ് പിന്നെ ഹോട്ടൽസ്, ബാർസ്, അതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു സർവീസാണ് അവിടെ അല്ലേ. അവിടെയാണ് നമ്മൾ സർവീസ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. സർവീസ് റീറ്റെയിലിങ്സിൽ എക്സാമ്പിൾ ബാങ്കുകൾ, ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ സർവീസ് റീറ്റെയിലിങ്ങിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ പേരുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത്രയാണ് റീറ്റെയിൽ ചാനൽ എന്താണെന്ന് മനസ്സിലാക്കുക, എത്രയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളുണ്ട്, പിന്നെ ഈ നോൺ സ്റ്റോർ റീറ്റെയിലിങ്ങിലൊക്കെ ഏതൊക്കെ വരുന്നുണ്ട്, ജസ്റ്റ് എക്സാമ്പിൾസൊക്കെ പഠിക്കാം. നിങ്ങൾക്ക് അധികം മാർക്കറ്റിങ്ങിൻ്റെ ടോപ്പിക്സുകൾ ഈ നിങ്ങളുടെ പുതിയ സിലബസ് ആയതിനു ശേഷം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു.